നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. BJP 2024 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് പുതിയ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഉറപ്പ് എന്ന മുദ്രാവാക്യവുമായി 50% വോട്ടും 400-ലേറെ സീറ്റ് ഉറപ്പിക്കാൻ സംസ്ഥാന ഘടകങ്ങൾക്ക് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. കന്നി വോട്ടർമാരെ കയ്യിലെടുക്കാൻ രാജ്യമെമ്പാടും പ്രചാരണവും ബൂത്ത് തല പരിപാടികളും സംഘടിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ചർച്ച ചെയ്ത BJP ദേശീയ ഭാരവാഹികളുടെ 2 ദിവസത്തെ യോഗത്തിലാണ് തീരുമാനം. 400 സീറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം. അതിന് രാജ്യത്തെ പകുതി വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പാക്കണം. 2019 300-ന് മുകളിൽ സീറ്റ് നേടിയെങ്കിലും ലഭിച്ചത് 37% വോട്ട് മാത്രമാണ്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് വിജയം രാജ്യത്തെ BJP തരംഗമുണ്ടെന്ന സൂചനയാണെന്നും അവകാശപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മോദിയുടെ ഉറപ്പ് ഫലിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് ഉപയോഗിക്കും. പ്രചാരണത്തിൽ പാവപ്പെട്ടവർക്കും യുവാക്കൾക്കും കർഷകർക്കും സ്ത്രീകൾക്കും ഊന്നൽ നൽകും. കേന്ദ്ര പദ്ധതികൾ ഇവരിലേക്ക് എത്തിക്കും. പ്രതിപക്ഷത്തിൻ്റെ ജാതി സെൻസസ് പ്രചാരണത്തെ നേരിടാൻ ഇതിനാകുമെന്നും പാർട്ടി കരുതുന്നു. ബൂത്ത് തല പ്രവർത്തനം വെല്ലുവിളിയായി എടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുന്നു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ ബൂത്ത് മാനേജ്മെൻറ്റ് മാതൃകയാക്കണം. പ്രഖ്യാപനത്തിന് കാക്കാതെ പ്രചാരണം തുടങ്ങണം. റെക്കോർഡ് വിജയത്തിനായി തയ്യാറെടുക്കണം. മണ്ഡലങ്ങളെ ക്ലസ്റ്ററുകളായി വിഭജിച്ച് ജനുവരി 15-ന് ശേഷം യോഗങ്ങൾ ആരംഭിക്കും. ഈ ക്ലസ്റ്ററുകളിൽ പ്രധാനമന്ത്രി മോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. യുവമോർച്ച രാജ്യത്തുടനീളം 5000 സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ജനുവരി 22-ന് തുറക്കുന്ന രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുഖ്യ വിഷയമാകും. ഇതിനു മുന്നോടിയായി ജനുവരി 1 മുതൽ രാജ്യമെമ്പാടും എല്ലാ ഗ്രാമങ്ങളിലും 10 കോടി കുടുംബങ്ങളെ ചെരാത് കത്തിക്കാൻ പരിപാടിക്കായി തയ്യാറാക്കും. ഡിസംബർ 30-ന് അയോധ്യയിൽ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. വിമാനത്താവള ഉദ്ഘാടനം ചെയ്ത ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിലാണ് റോഡ് ഷോ. നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യ ട്രെയിനിന് പച്ചക്കൊടി കാട്ടിയ ശേഷം പ്രധാനമന്ത്രി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. ജനുവരി 22-ൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിനെത്തുന്ന അതിഥികളുടെ ചാർട്ടേഡ് വിമാനങ്ങൾ പ്രയാഗ്രാജ്, വാരാണസി എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. ജനുവരി 1 മുതൽ BJP രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും വീടാന്തരം പ്രതിഷ്ഠ ആഘോഷങ്ങളുടെ പ്രചാരണം നടത്തും.